ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോയിൽ കൂടി പരിചയപ്പെടാൻ പോകുന്നത് എക്സലിൻ്റെ സിനാരിയോ മാനേജർ എന്ന യൂട്ടിലിറ്റിയാണ്. നമ്മൾ ഡേറ്റ ടാബിൽ വാട്ട് ഇഫ് അനാലിസിസിനകത്ത് സിനാരിയോ മാനേജർ എന്നുള്ള ഓപ്ഷനുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പല സിനാരിയോസിൽ എങ്ങനെയാണ് നമുക്ക് വാല്യൂ കിട്ടുക, എന്താണ് ഔട്ട്പുട്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ ലളിതമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു യൂട്ടിലിറ്റിയാണ്. അതായത് നമ്മളൊരു കോംപ്ലക്സ് ഫോമിൽ ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളിത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേറൊരാൾക്ക് അയക്കുകയാണെങ്കിൽ അയാളൊരു അഡ്വാൻസ്ഡ് എക്സൽ യൂസർ അല്ലെങ്കിൽ കൂടിയും ഈസി ആയിട്ട് സിനാരിയോ മാനേജറിൽ കൂടി റിപ്പോർട്ടിന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വാല്യൂസ് ഡിറൈവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു ഡെമി ഡേറ്റ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു എംപ്ലോയി അയാൾക്ക് ATDM ഇങ്ങനെ ഒരു 4 ടൈപ്പിലുള്ള ഗ്രേഡിലാണ് നമ്മൾ ഒരു കമ്പനിയിൽ എംപ്ലോയീസിനെ തരംതിരിക്കുന്നതെങ്കിൽ ഒരു ആളുടെ ബേസിക് സാലറിയുടെ 50% ആൾക്ക് DA ആയിട്ട് A കാറ്റഗറിയിലും 20% T കാറ്റഗറിയിലും 50% D കാറ്റഗറിയിലും 40% M കാറ്റഗറിയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ HRA ആണെങ്കിലും ട്രാവലിംഗ് അലവൻസ്, ഫുഡ് അലവൻസ്, അങ്ങനെ ഓരോ കാറ്റഗറിയിലും ഓരോ ഗ്രേഡിലും പല രീതിയിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഒരു 10,000 സാലറി ഉള്ള ഒരാൾക്ക് ഈ 4 ഗ്രേഡിലും എങ്ങനെ വരാം എന്ന് നമുക്ക് ഈ സിനാരിയോ മാനേജർ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് ഇതിൽ കൂടി മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് ഞാൻ ഇവിടെ ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ യെല്ലോ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന സെല്ല് സാലറിയാണ്. നമുക്ക് ഈ സാലറി ഇപ്പോൾ 10,000 പകരം 20,000 ഇടുകയാണെങ്കിൽ കംപ്ലീറ്റ് വാല്യൂസ് മാറുന്നുണ്ട്. കാരണം ഞാനിവിടെ ഫോർമുല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ നമ്മുടെ DA എന്ന് പറയുന്ന 10,000 ഈക്വൽ ടു 20,000 50% ആണ് ഞാൻ ഇവിടെ ഫോർമുല സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ HRA ഈ 20,000 40% ആയിട്ട് ഞാൻ ഫോർമുല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ട്രാവലിംഗ് അലവൻസ് 2,500 ഡയറക്റ്റ് എൻട്രി ഇട്ടിരിക്കുകയാണ്. ഫുഡ് അലവൻസ് 0 ആയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം A കാറ്റഗറി പ്രകാരം നമ്മൾ ഈ ഒരു ബേസിൽ നിന്നാണ് ഞാനിത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയും ഞാൻ ഈ എംപ്ലോയി M കാറ്റഗറിയിലായിരുന്നു എങ്കിൽ എന്താണ് ഈ എംപ്ലോയിയുടെ കോസ്റ്റ് അല്ലെങ്കിൽ CTC എത്രയാണ്, അതായത് കമ്പനിക്ക് ഉണ്ടാകുന്ന ചിലവ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ അത് ഫസ്റ്റ് എങ്ങനെയാണ് സിനാരിയോ മാനേജർ യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാം. അത് കഴിഞ്ഞ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞുതരാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ എംപ്ലോയിയുടെ ഗ്രേഡ് A ആണ്. ഞാൻ ഇനിയിപ്പം സിനാരിയോ മാനേജർ എടുത്തിട്ട് ഇപ്പൊ ഗ്രേഡ് Aയിലാണ് കിടക്കുന്നത്. ഞാൻ ഗ്രേഡ് M സെലക്ട് ചെയ്യുന്നു. ഷോ പറയുമ്പോൾ എംപ്ലോയി ഗ്രേഡ് M ആയിട്ടുണ്ട്. നമ്മളുടെ DA 40% ആയിട്ടുണ്ട്. HRA 25% ആയിട്ടുണ്ട്. ട്രാവലിംഗ് അലവൻസ് 1,500 ആയിട്ടുണ്ട്. ഫുഡ് അലവൻസ് 2,000 ആയിട്ടുണ്ട്. അപ്പോൾ M എന്ന കാറ്റഗറിയിൽ എംപ്ലോയിയുടെ ടോട്ടൽ പേയ്മെന്റ് 38,500 ആണ്. അതേ എംപ്ലോയിയെ നമ്മൾ A ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, 44,500 വരുന്നുണ്ട്. മനസ്സിലായോ? ഈ വേരിയൻസ്, അതായത് നമ്മൾ പല സിനാരിയോസിൽ ഒരു ഡേറ്റ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് സിനാരിയോ മാനേജർ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ 2 Aയും M ആണ് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം ഞാൻ ഇതിനി എങ്ങനെ സിനാരിയോ മാനേജർ ക്രിയേറ്റ് ചെയ്യാമെന്നും അതുപോലെ തന്നെ ഉപയോഗിക്കാമെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ഈ T ആണ് ഇനി ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് അനലൈസ് ചെയ്യേണ്ടത് നമ്മൾ എവിടേക്ക് ഏതൊക്കെ സെല്ലാണ് മാറേണ്ടത്. ഓക്കെ, ഡെഫിനറ്റ്ലി ഈ എംപ്ലോയി ഗ്രേഡ് മാറണം. ഞാൻ അത് തൽക്കാലം നമ്മുടെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ ഹൈലൈറ്റ് ചെയ്യാണ്. നമ്മുടെ DA മാറാനുണ്ട് അല്ലേ, ഇവിടെ എല്ലാവരും മാറാനുണ്ട്. HRA മാറണം, ട്രാവലിംഗ് അലവൻസ് മാറാനുണ്ട്, ഫുഡ് അലവൻസ് മാറാനുണ്ട്. പിന്നെ സാലറി ഓരോ എംപ്ലോയീസിനും പല ടൈപ്പ് ആയിരിക്കും. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം, അതിനനുസരിച്ചായിരിക്കും ഇത് മാറുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിൽ ഞാൻ ടച്ച് ചെയ്യുന്നില്ല. നമുക്ക് ഓരോ സിനാരിയിൽ മാറേണ്ടതും ഗ്രേഡ്, DA, HRA,
ട്രാവലിംഗ് അലവൻസ്, ഫുഡ് അലവൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും സെല്ലുകൾ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഡേറ്റ വാട്ട് ഇഫ് സിനാരിയോ മാനേജർ എടുക്കുന്നു. നമ്മൾ പുതിയതായിട്ടുള്ള ഗ്രേഡ് ആഡ് ചെയ്യാണ്. നമ്മൾ ആഡ് ചെയ്യേണ്ട ഗ്രേഡ് ടി. സോ ആഡ്, ദെൻ സിനാരിയോയുടെ നെയിം നമ്മൾ കൊടുക്കുന്നു ഗ്രേഡ് ടി. ഇനി നോക്കേണ്ടത്, ഇനി നമ്മൾ ഏതൊക്കെ സെല്ലുകളാണ് ചേഞ്ച് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി എയും എമ്മും ക്രിയേറ്റ് ചെയ്തത് കൊണ്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി അത് ആഡ് ചെയ്യുന്നു. ഏതൊക്കെ സെല്ലുകൾ നമ്മൾ ചേഞ്ച് ചെയ്യണം. ദിസ് സെല്ല് കൺട്രോൾ വെച്ചിട്ട് നമ്മൾ ഓരോ ചേഞ്ച് ചെയ്യേണ്ട ഓരോ സെല്ലുകളും സെലക്ട് ചെയ്യുക. ഓക്കെ, കൺട്രോൾ ആൻഡ് സെലക്ട്, എല്ലാം സെലക്ട് ചെയ്തല്ലോ. ഇനി കമന്റ്, ഇനി എന്താണ് കമന്റ് വേണ്ടത്? കമന്റ് ഗ്രേഡ്, അത് നമുക്കിഷ്ടം, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെങ്കിൽ അത്രയും നല്ലത്. ഗ്രേഡ് ടി ടെമ്പററി അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്. നമ്മൾ ഓക്കെ പ്രസ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത അത്രയും സെല്ലുകൾ ഇവിടെ ഓപ്പൺ ആവും. അവിടെ നമ്മൾ നോക്കുക C3 എന്ന് പറയുന്നത് എയുടെ സ്ഥാനത്ത് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യുന്ന വെച്ചാൽ ടി ചേഞ്ച് ആക്കുന്നു. നമുക്ക് 0.5 അല്ല വേണ്ടത്, 0.2 ആണ്. കാരണം നമ്മുടെ DA 20% ആണ്, ഇത് 60% ആയതുകൊണ്ട് 0.6 അല്ലെങ്കിൽ 60% എന്ന് തന്നെ ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ട്രാവലിംഗ് അലവൻസ് 1000, ഫുഡ് അലവൻസ് 2500, ഫുഡ് അലവൻസ് 2500. ഇത് ഇത്രയും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അതായത് ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ടി എന്നുള്ള കാറ്റഗറിയിലുള്ളത്. ഇത് ഇത്രയും നമ്മൾ അപ്ഡേറ്റ് ചെയ്തു, ഓക്കെ അടിച്ചു. അപ്പോൾ ഇതാണ്ട് നമുക്ക് ഗ്രേഡ് ടി എന്നുള്ള ഓപ്ഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഷോ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് മാറി കണ്ടോ. ടി 20%, DA HRA 60%, 1000 ട്രാവലിംഗ് അലവൻസ്, ഫുഡ് അലവൻസ് 2500. ക്ലിയർ അല്ലേ? അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടി ഡി ആഡ് ചെയ്ത് നോക്കാം. ഡി ആഡ് ചെയ്യണമെങ്കിൽ പിന്നെയും ആഡ് എടുക്കുക, ഗ്രേഡ് നെയിം ഗ്രേഡ് ഡി. സെല്ലുകൾ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല, കാരണം C3 ഉണ്ട്, C6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9 ഉണ്ട്. നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. അഥവാ ചേഞ്ച് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട സെല്ലുകൾ സെലക്ട് ചെയ്യാം. ഇൻ കേസ് ചില പർട്ടിക്കുലർ സെല്ല് അഡീഷണൽ ആയിട്ട് സെലക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുക്കുമ്പോൾ ഈ സെല്ലുകൾ പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും. അവിടെ ടി എന്നുള്ള സ്ഥാനത്ത് ഡി എന്നുള്ള ഗ്രേഡ് കൊടുക്കുക. 2.2 നമുക്ക് 50% കൊടുത്ത് നോക്കാം. 50% 0, ഇവിടെ 0 തന്നെയാണ്. 2500, then 3000. ഓക്കെ കൊടുത്തു. സോ നമ്മൾ ഗ്രേഡ് ഡിയും ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. നമ്മൾ ഗ്രേഡ് ഡി ചെക്ക് ചെയ്യാൻ പോയാണ്. ഇപ്പോൾ 41,900 എന്നുള്ള CTC നമ്മൾ ഡിയിലാകുമ്പോൾ 35,500 ആയിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. സോ നമ്മൾ ഇനിയിപ്പോൾ ഞാൻ ഇതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? നമുക്ക് ഈ ഒരു ഫോർമുലാസ് മറ്റുള്ളവരെ കാണിക്കേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുന്നു. നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടില്ല. അതുപോലെ വേണമെങ്കിൽ നമുക്ക് ഇത് ഹൈഡ് ചെയ്ത് വെക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, നമ്മൾ എന്നിട്ടൊരു ഹയർ മാനേജ്മെന്റിന് അല്ലെങ്കിൽ നമുക്കൊരു ഒരു ലിമിറ്റഡ് ആക്സസ് ഉള്ള ഒരാൾക്ക് ഇത് കൊടുക്കുകയാണെങ്കിൽ ഇതിന്റെ കാൽക്കുലേഷൻ ഒന്നും പറയേണ്ട കാര്യമില്ല. നമ്മൾ ജസ്റ്റ് പറയുന്നു ഓക്കെ ദിസ് ഇസ് ദി കാൽക്കുലേഷൻ. നമ്മളിപ്പോൾ ഒരു 15,000 സാലറി ഉള്ള ഒരാൾക്ക് അയാൾ ഡി കാറ്റഗറിയിലാണെങ്കിൽ 20,000, പകരം പുള്ളി എ കാറ്റഗറിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് 20,000 നമുക്ക് 34,000 കോസ്റ്റ് വരുന്നുണ്ട്. പുള്ളിയെ ഗ്രേഡ് ടിയിലേക്ക് മാറ്റുകയാണെങ്കിൽ 32,000 വരുന്നുണ്ട്. സോ എമ്മിലേക്കാണെങ്കിലോ 29,000. സോ ഇതാണ് ഒരു സിനാരിയോ മാനേജർ എന്നതുകൊണ്ട് എക്സലിൽ കൂടി നമുക്ക് കിട്ടുന്ന
ബെനിഫിറ്റ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കമൻറ്റോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക, ഞാനത് സോൾവ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കൂടി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.